എല്ലാവർക്കും ഗ്രാൻഡ് മാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇത്രയും ഷീറ്റൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം അതേ 8 ഷീറ്റാണ് ഞങ്ങൾക്ക് കിട്ടണേ കേട്ടോ. ഇത് ഇന്നലെ ഒഴിച്ച് വെച്ചായിരുന്ന ഷീറ്റാണ്. കണ്ടില്ലേ, 8 ഉള്ളൂ. ഒരു നല്ല കട്ടിയുള്ളതാണ്. 1.25 ലിറ്റർ പാലിൻ്റെ ഷീറ്റാണ്. ഇതൊരെണ്ണം കണ്ടില്ലേ, ഇത് കണ്ടോ, കുറച്ച് പാടുകളൊക്കെ കണ്ടില്ലേ. വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഒഴിക്കണ ഷീറ്റാണിത്. അന്നേരത്തെ ചിലപ്പോൾ ഒരു ഇച്ചിരി പാലൊക്കെ കൂടുതൽ ഉണ്ടാവും. അത് നല്ല കട്ടിയിലൊക്കെ ആയിരിക്കും. അപ്പം പിന്നെ അതുമാത്രമല്ല, ആ ഉറ കൂട്ടുന്ന ഒരു ബക്കറ്റ് ഉണ്ടല്ലോ, ആ ബക്കറ്റ് ഒരു ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് കഴുകി അങ്ങോട്ട് ഒഴിക്കും. അന്നേരത്താണ് ഈ പാട് വരുന്നത്. മറ്റുള്ളതിനൊന്നും അങ്ങനത്തെ പാടൊന്നുമില്ല. ഇതേ കണ്ടില്ലേ, ഒന്നിനുമില്ല, വേറെ ഒന്നിനും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ഉറ ഒഴിക്കണത് ഇപ്പോൾ പണ്ടത്തെ നേരത്തെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പോഴും ഉറ ഒഴിക്കണത്. ഈ ഒരു പാട് കണ്ടോ, ഈ ഒരു പാടെന്ന് പറഞ്ഞാൽ മെഷീനിലുള്ളൊരു പാടാണത്. നമ്മളുടെ ഷീറ്റുകളൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, എങ്ങാനും മോഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മെഷീൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കണതാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു അടയാളം. അത് എല്ലാ ഷീറ്റുകൾക്കും ഒരേ സ്ഥാനത്ത് തന്നെ അത് ഉണ്ടാവുകയും ചെയ്യും. ഇത് കണ്ടില്ലേ, എല്ലാത്തിനും ഉണ്ട്. ഇത്തരം അടയാളങ്ങൾ ഷീറ്റിന് വരുന്നതിനെ കുറിച്ചൊരു കമൻറ്റ് കണ്ടിരുന്നു. ഇത് കണ്ടോ, ഇത് കണ്ടോ, ചെറിയൊരു ഒട്ടിപ്പിടുത്തമുണ്ട്. അത് റബ്ബറിൻ്റെ ഒരു നേച്ചറാണത്. ഇത് കണ്ടില്ലേ, ഓരോന്നും ഒട്ടിപ്പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. കമൻറ്റിലൂടെ വന്നിട്ടുള്ള സംശയങ്ങൾക്ക് വൈകാതെ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.